ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ തന്നെ അമ്മ ദാ ചമ്പക്കര മാർക്കറ്റിൽ പോയിട്ട് വേളൂരിയും കൂന്തലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ രാവിലത്തെ ടാസ്ക് തന്നെ അതായിരുന്നു കേട്ടോ. മീനൊക്കെ വെട്ടിയും കൂന്തലൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച്, പിന്നെ കുറച്ച് മീനെടുത്ത് വറുക്കാനും പുരട്ടി വെച്ച് ബാക്കി തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ആ കൂന്തൽ ഒലത്താനായിട്ട് കുറച്ച് സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ തപ്പാൻ നടക്കണില്ല എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ആദ്യമേ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ആ കൂന്തൽ ഉലത്തി പിന്നെ അത് തേങ്ങ അരച്ചാണ് കേട്ടോ വേളൂരി കറി വെക്കണത്. അപ്പോൾ അത് അതിനുള്ള അരപ്പൊക്കെ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അരപ്പിൽ നിന്ന് തിള വരാൻ തുടങ്ങിയപ്പോഴേക്കും മീനൊക്കെ കഴുകി വൃത്തിയാക്കിയത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്തെ അടപ്പിൽ മീൻ വറുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ വറുക്കുമ്പോൾ. അപ്പുറത്തെ അടപ്പിൽ മീൻ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും പിന്നെ കുറച്ച് കറിവേപ്പില അതിലോട്ടും കൂടെ പെറുക്കിയിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുത്തിട്ടാണ്. വേപ്പില ഇട്ട സമയത്താണ് കേട്ടോ നല്ലോണം പുളി മണം വരാൻ തുടങ്ങി. അപ്പോൾ കുടംപുളി ഇട്ടത് കുറച്ച് കൂടിപ്പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു കഷ്ണം അതിൽ നിന്ന് എടുത്ത് പെറുക്കി മാറ്റിയേ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് കഴിക്കാനിരുന്നത്. അപ്പോൾ അത് ആ കൂന്തലും മീൻകറി മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ കടയിലിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡും കൊണ്ട് പോവാണ് കേട്ടോ ഞാൻ. എൻ്റെ വീടിൻ്റെ അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് നടന്നാലാണ് കേട്ടോ കട. അങ്ങനെ ഞാൻ കട എത്തിയപ്പോൾ തന്നെ അമ്മതേ എനിക്ക് ജിലേബിയൊക്കെ എടുത്ത് തന്നിട്ട് അതൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും നമ്മളൊരു കബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അത് അവർ ഇന്നാണ് കൊണ്ടുതന്നത്. സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഏതെങ്കിലും അങ്ങോട്ട് മാറ്റണമെന്നൊക്കെ ആയിരുന്നിട്ട് പിന്നുള്ള ചിന്ത. അത് കഴിഞ്ഞിട്ട് ChatGPT-നോട് ചോദിച്ചിട്ട് ആൾക്കാർ ഏത് കാണുമ്പോഴാണ് കടയിലോട്ട് കയറണമെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ആ ഓർഡറിലായിരുന്നിട്ട് സാധനങ്ങളൊക്കെ വെച്ചത്. അങ്ങനെ ഞങ്ങളൊരു 8:30 കഴിഞ്ഞപ്പോഴേക്കും കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട്. അവൾ ലുലു മാളിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ ഇരുന്ന് കഴിച്ച് ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് കഴിക്കാൻ തോന്നിയത്. പിന്നെ കൂന്തൽ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല, അപ്പോൾ അതിൻ്റെ ചട്ടിയിലിട്ട് പുരട്ടിയാണ് ഞാൻ രാത്രി കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.